ADGP അജിത് കുമാറിൻ്റെ പൂരം കലക്കൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. പൂരം കലങ്ങി എന്ന കാര്യത്തിൽ സംശയമില്ല. പൂരം കലക്കിയതാര്, എങ്ങനെ കലങ്ങി, അത് പറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ വലിയ വിവാദമായ ഒരു സംഭവം തന്നെയായിരുന്നു പൂരം കലക്കൽ. അതിനകത്ത് രാഷ്ട്രീയ നേട്ടം ചിലരുണ്ടാക്കിയെന്ന ആരോപണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഉതിർത്തു. TM പ്രതാപനും അതിശക്തമായി ആ പൂരം കലക്കിയതെന്നുള്ള രീതിയിൽ സംസാരിച്ച് നമ്മൾ കണ്ടു. ഏതായാലും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് RSSലെ 2 നേതാക്കന്മാരെ ഈ പൂരത്തിന് മുമ്പ് ADGP കണ്ടിരിക്കുന്നു. ആ 2 നേതാക്കന്മാരെ കണ്ടത് എന്തുദ്ദേശത്തിന്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ, രാഷ്ട്രീയമായ നീക്കമായിരുന്നോ, എന്താണെന്ന് വ്യക്തതയില്ല. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞിട്ട് പൂരത്തെപ്പറ്റി, പൂരം കലങ്ങിയതിനെപ്പറ്റി റിപ്പോർട്ട് ലഭിക്കാൻ രണ്ടാമത് മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടി വന്നു. 5-5.5 മാസം കഴിഞ്ഞ ശേഷം ഒരു റിപ്പോർട്ട് വന്നു. അത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് TM പ്രതാപൻ പറഞ്ഞു കഴിഞ്ഞു. ആ റിപ്പോർട്ട് ഞങ്ങൾ കത്തിക്കുമെന്ന് വരെ പറഞ്ഞു. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്തു. ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് തിരിച്ച് റിപ്പോർട്ട് കൊടുത്തു. ആ പൂരം കലക്കിയത് ആരെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അതിനെ പറയുന്നില്ല. ചില സംശയങ്ങൾ പറയുന്നുണ്ട് ADGP. അത് തിരുവമ്പാടി ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യം അത് വ്യക്തമായി പറയുന്നില്ല. ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും പൂരം കലങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാത്രി പൂരസ്ഥലത്ത് 12:30 മണിക്ക് പോലീസ് അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടാക്കി. അതൊരു വലിയ ഇഷ്യയായി, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി മാറി. അവിടുത്തെ കമ്മീഷണർ പറഞ്ഞിട്ടാണ് ആ ബാരിക്കേഡ് നിർമ്മിച്ചത്. ആ പ്രശ്നം വഷളായി കഴിഞ്ഞപ്പം, ലോ ആൻഡ് ഓർഡർ പ്രശ്നം വഷളായപ്പോൾ തൃശ്ശൂർ DIG അതിനകത്ത് ഇടപെട്ട് പ്രശ്നം പരിഹാരം ഉണ്ടായില്ല. പക്ഷേ ADGP അവിടെ ഉണ്ടായിട്ട് മാറി നിന്നു. ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല. തിരുവമ്പാടി ദേവസ്വംകാരാണ് പൂരം പിരിച്ചുവിട്ടതായി പറയുന്നത്. അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം ബോർഡ് രാത്രി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പൂരം നടത്തുന്നത്? പൂരം രാത്രിയിലല്ലേ, അത് നേരം വിളിക്കാറാകുന്നിടം വരെ ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൽ ആ പൂര സ്ഥലവും നഗരവും നിറഞ്ഞു നിന്നു. പക്ഷേ പൂരം മേളത്തിലോട്ട് എത്തിയില്ല. അതോടുകൂടി പ്രശ്നങ്ങൾ കൈവിട്ടു പോയ പോലെ തോന്നി. പൂരം നടക്കാത്ത സാഹചര്യത്തിൽ തിരുവമ്പാടി പൂരം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് അവരിലെ ചില നിക്ഷിപ്ത താലൂക്കുകാർ അവിടെ ഉണ്ട് എന്നൊരു സംശയം ADGP പറഞ്ഞത്. എന്നാൽ വ്യക്തമായ ഒന്നും ആ റിപ്പോർട്ടിനകത്തില്ല. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളിയത്. DGP ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ ഏതായാലും ഉത്തരവാകും. അതിനകത്തൊരു FIR എടുക്കേണ്ടി വരും. പൂരം കലക്കിയതിനെപ്പറ്റി കേരള പോലീസ് അന്വേഷിക്കേണ്ടി വരും. അതിനകത്തൊരു ഗൂഢാലോചന തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ 120B അതിനകത്ത് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ? അതിനകത്ത് ആ RSS നേതാക്കന്മാർ 2 പേര് കേരളത്തിൽ വന്നപ്പം അവരെ പോയി രഹസ്യമായിട്ട് ADGP കണ്ടത് എന്തിന്? അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജയകുമാർ എന്നൊരാളും റാം മാധവനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. അതിൻ്റെ മുമ്പ് RSSൻ്റെ ചീഫിനെ അവർ തൃശ്ശൂർ വെച്ച് കണ്ടു. ADGP ഔദ്യോഗിക കാറ് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു കാറിൽ രഹസ്യമായിട്ട് പോയാണ് കണ്ടത്. അതെന്തിനാണ് കണ്ടത്? എന്താവശ്യത്തിന്? അതിൻ്റെ ഉദ്ദേശമെന്ത്? അത് താൻ പറഞ്ഞിട്ടല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് ഉത്തരം പറയേണ്ടത് ADGPയാണ്. അതിന് തീർച്ചയായിട്ടും ആ ഉത്തരത്തിന് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഏത് രീതിയിലാണ്, എന്താവശ്യത്തിനാണ് അദ്ദേഹം കണ്ടതെന്ന് വ്യക്തമായി പറയേണ്ടി വരും. അതിനകത്ത്
ഈ റിപ്പോർട്ട് പോലെ തന്നെ വ്യക്തതയില്ലാതെ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഏതായാലും ദേവസ്വത്തിനെ കുറ്റപ്പെടുത്തി, തിരുവമ്പാടിയെ കുറ്റപ്പെടുത്തി അവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഉണ്ട് എന്നുള്ളൊരു ധ്വനിയിലാണ് ആ റിപ്പോർട്ട് പര്യവസാനിച്ചത്. ഏതായാലും ഹോം സെക്രട്ടറി അത് കൃത്യമായി അത് തള്ളി. ഒരു വ്യക്തതയില്ലാത്ത റിപ്പോർട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഒരു FIR ഇട്ടല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല. അതിനകത്ത് ADGP ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം അദ്ദേഹം അതിനു മുമ്പ് 2 RSS നേതാക്കന്മാരെ കണ്ടു. ആ പൂര സ്ഥലത്തുണ്ടായിട്ടും അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ പതുങ്ങിയിരുന്ന പോലെ തോന്നുന്നു. അദ്ദേഹം എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല, എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടില്ല, അതിന് DIGയുടെ തലയിൽ വെച്ച് കൊടുത്തത് എന്തിന്, അവിടുത്തെ SP-യുടെ തലയിൽ ഈ പാരം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തത് എന്തിന്. അതുതന്നെയല്ല, ആ പൂര നടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ആ തിക്കും തിരക്കത്തിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസ് വാഹനത്തിൽ അവിടെ സുരേഷ് ഗോപി എത്തിയത് അത് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനത്തിന് മത്സരിക്കുമ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള പല പല ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഈ RSS നേതാക്കന്മാരെ ആ ADGP കണ്ടതിൽ തനിക്കൊരു പങ്കുമില്ല, താൻ പറഞ്ഞിട്ടുമില്ല എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ വ്യക്തത, അതെന്തിനു കണ്ടു എന്ന് പറയേണ്ട ചുമതല, ഉത്തരവാദിത്തം, അതിൻ്റെ ഉദ്ദേശം കൃത്യമായി ADGP പറയേണ്ടി വരും. അങ്ങനെ ഒരു മൊഴി ADGP കൊടുക്കേണ്ടി വരും. പൂരം കലക്കിയതിന് പ്രതികൾ വരും. 120B ഇതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് പ്രതികൾ തീർച്ചയായിട്ടും പ്രതികളായി പലരും വരേണ്ടി വരും. അത് ആരൊക്കെയാണെന്ന് ഒരു അന്വേഷണം കഴിഞ്ഞെങ്കിൽ, FIR ഇട്ട് അന്വേഷണം കഴിഞ്ഞെങ്കിൽ നമുക്ക് അത് കൃത്യമായി വരാനൊക്കെയുള്ളൂ. ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ആ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് എന്ന് എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്, നമുക്ക് എല്ലാവരും ജാതിമതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന തൃശ്ശൂർ പൂരം. അത് നമുക്ക് നടക്കാതെ വന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? 2 ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അതിനകത്ത് ബന്ധപ്പെട്ട ദേവസ്വത്തിൻ്റെ എല്ലാവരും പൂരം ആഘോഷിക്കാനും നാട്ടുകാരുമെല്ലാം ഒന്നിച്ച് ആ നിമിഷം കാത്ത് അവിടെ ആ പൂരസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ പൂരം നടക്കാതെ പോയി. അത് എങ്ങനെ സംഭവിച്ചു? അത് പോലീസിൻ്റെ ഭാഗത്തൊരു ഫെയിലിയറായിട്ട് തന്നെയാണ് കണക്കാക്കാനൊക്കെ ഉള്ളൂ. അതിനകത്ത് ചുക്കാൻ പിടിച്ചത് ADGP ആണ് എന്നുള്ള അർത്ഥത്തിലാണ് വാർത്തകൾ വരുന്നത്.